ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഷോറൂമിൽ കുറച്ചും പാടി സംഭവങ്ങൾ സെറ്റാക്കണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ബട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ രീതിക്ക് എനിക്ക് ക്യാച്ച് സെറ്റാക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചെറിയൊരു മണ്ടത്തരം പാടി കേസ് പറ്റിപ്പോയി. അതെന്താണെന്ന് ഞങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു സംഭവത്തിലോട്ട് ഇപ്പോൾ കയറാൻ വേണ്ടി നമുക്ക് ക്യാഷ് നമുക്ക് സെറ്റായിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ചും പാടി അവിടെ നമുക്ക് നമ്മുടെ വെഹിക്കിൾസും കാലം നമുക്ക് സെയിൽ ചെയ്ത് നമുക്ക് കുറച്ചും പാടി നമുക്ക് സെറ്റാക്കി വെഹിക്കിൾസ് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ കണ്ടതല്ല, ഫസ്റ്റ് എപ്പിസോഡ് അതേ പരിപാടി. ഞാൻ കുറച്ചും പാടി വെഹിക്കിൾസും ഞാൻ ജസ്റ്റ് റെൻറ്റിന് എടുത്തിട്ട് അത് ഞാൻ റെൻറ്റിനല്ല, നമുക്ക് നമ്മുടെ യൂസ്ഡ് വെഹിക്കിൾസ് ഞാൻ ബൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് നമുക്കൊന്ന് കൂളിങ് കൊടുത്ത് നല്ല കുട്ടപ്പനാക്കിയിട്ട് നമുക്കിതാ അതും കാലം സെയിലിനിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഫോഗ് ഉണ്ട്. പിന്നെ നമുക്ക് രണ്ടാമതൊരു വെഹിക്കിളും പാടെ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ നെയിം എന്തായിരുന്നു നല്ലപോലെ വായിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അതും പാടെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചധികം ക്യാഷ് പെട്ടെന്നൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ആക്കും. അപ്പോൾ നമ്മളോടൊരു കസ്റ്റമറും കാലൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് അപ്രൂവും കാലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ എന്തായാലും ടെസ്റ്റ് ഡ്രൈവിനും കാലൊക്കെ അപ്രൂവ് കൊടുത്തേക്കാം. ഓക്കെ, എന്തായാലും ഓടിയാണ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ തന്നെയാണ് ഓടിക്കേണ്ടത്. ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാം കൊടുക്കണ്ടേ? എന്താ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ലെഫ്റ്റ്. ഓക്കെ, ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്ത് അവരത് വേഗമെന്നാണോ എനിക്കറിയില്ല. നമുക്കെന്തായാലും നോക്കി നോക്കാം. ഓക്കെ, എത്രമണിക്കൊന്നും അറിയില്ല. ലാപ്പ് ടൈം മുകളിലാണെങ്കിൽ നമുക്ക് 27 സെക്കൻഡായി. എന്താ നമ്മൾ തോന്നിട്ട് ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് പോയി ഇടിച്ചു. ഓക്കെ, 4 സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും തോറ്റിട്ട്. ഓക്കെ, ടൈം എന്തായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അവനത് വാങ്ങില്ലെന്ന് തോന്നുന്നു. ടെസ്റ്റ് ഡ്രൈവ് ഓക്കെ അവനാ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ കച്ചവടം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ചും പാടി സെയിൽ ചെയ്താൽ കുറച്ചും പാടി ക്യാഷ് ഒപ്പിക്കട്ടെ. ഞാനെന്തായാലും 3K വരെ ഒപ്പിച്ച് നമ്മുടെ ഫോഗ് സെയിലിനിട്ടിട്ടുണ്ട്. 4Kക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും പാടി ഒന്ന് സെയിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഞാൻ 113 രൂപയും കാലൊക്കെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. അപ്പോൾ അതും പാടി ഒന്ന് കൂട്ടിയെടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പുതിയ വെഹിക്കിൾസും കാലൊക്കെ സെറ്റാക്കാൻ. എന്തായാലും അതും പാടി പെട്ടെന്നൊന്ന് പോയി സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മളൊരു 5K വരെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോഗ് തന്നെ ഒന്നുപാടി സെയിലിനിടാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒന്നുപാടി സെയിലിന് ഇട്ടിട്ടുണ്ട്. ഓട്ടോ സെയിലും കാലം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോ സെയിലാകുമ്പോൾ അവർക്ക് പറ്റുന്ന റേറ്റിന് വന്ന് അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2K ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തുകൊണ്ട് അത് നമുക്ക് സെയിലിനിടാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും പാടി പ്രോഫിറ്റ് നമുക്ക് അങ്ങനെ ഡബിളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതും പാടി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു വണ്ടി നമുക്ക് സെയിലിനിടാം. നമ്മുടെ പുതിയ വണ്ടി നമുക്ക് സെയിലിനിടാം. പിന്നെ 2 ഹെൽമെറ്റും അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹെൽമെറ്റും നമ്മൾ സെയിലുണ്ട്. അപ്പോൾ ഹെൽമെറ്റും പാടി നമുക്ക് ടോട്ടലാകുമ്പോൾ നമുക്കൊരു 2K 4K 8. ഓക്കെ, അപ്പോൾ നമുക്കൊരു 8Kൻ്റെ അടുത്ത് നമുക്ക് ക്യാഷ് തരാനുണ്ട്. ഇവിടെ ജാക്കറ്റാണ് പറയുന്നത്. നമുക്ക് ജാക്കറ്റ് ഉണ്ടോ? ജാക്കറ്റ് ഇട്ടേക്കോ താൽക്കാലികം. ഓക്കെ, കാരണം കുറച്ച് പേരൊക്കെ വന്ന് നോക്കുന്നുണ്ട് നമ്മൾ ജാക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജാക്കറ്റും അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരുത്തും വന്നിട്ടുണ്ട്. ഓക്കെ, അവന് 4.12 ആണ് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യണോ? അക്സെപ്റ്റ് ചെയ്തേക്കല്ലോ. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ 5Kയും കാലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി 5K തന്നെ നമുക്ക് ഫോഗ് ഒന്നുപാടി വിറ്റാലോ. ഫോഗ് നമുക്ക് ഒന്നുപാടി കൊടുക്കാം. നമുക്ക് 6K എന്തായാലും വേണം. നമുക്ക് പുതിയൊരു വെഹിക്കിളും കാലൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്തായാലും ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും വെഹിക്കിൾസ് നമുക്ക് നോക്കണം. നമുക്ക് ഇനി റെൻറ്റിന് ഗൈസ് ഞാനത് ഓട്ടോ സെയിൽ ഞാനത് സെറ്റാക്കാൻ മറന്നുപോയി. ഓക്കെ, ഓഫ് ചെയ്തിടാൻ മറന്നുപോയിട്ടോ. അതുകൊണ്ട് നമുക്കത് കുറച്ച് നഷ്ടത്തിനാണ് പോയത്. ഓക്കെ, നമുക്കൊന്നുപാടി നമ്മുടെ 3K സെറ്റാക്കിയേക്കാം. ഓട്ടോ സെയിലിൽ ഓഫ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ 2.66Kയും കാലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് ഇനി സെക്കൻഡ് ഹാൻഡ് എടുത്ത് കാണ്ട് അത് നമുക്ക് നോക്കാം. അത് നമുക്ക് സെല്ല് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഹെൽമെറ്റും കാലൊക്കെ 2 ഉണ്ട്. നമ്മുടെ ജാക്കറ്റുണ്ട്. പക്ഷേ ഇത് നമുക്ക് സെല്ല് ചെയ്ത് പോകുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും പോകുമായിരിക്കും. അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക്
പതിയെ സെയിലായി പോയിക്കോളും. ഓക്കെ, അത് നമുക്ക് ഓട്ടോസിൽ നമുക്ക് ഓഫ് ചെയ്തിടണം. എല്ലാത്തിനും നമുക്ക് ഓട്ടോസിൽ ഓഫ് ചെയ്തിട്ടേക്കാം. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച ക്യാഷ് നമുക്കത് സെല്ലായി കിട്ടുമല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ഹെൽമെറ്റ് ഓപ്പൺ ആയോ, 8K കാലൊക്കെ ഉണ്ടോ. ഓക്കെ, നൈസ്. അപ്പോൾ ഇനി അതുകൊണ്ടാണ് നമ്മുടെ ഇനി ഇത് സെല്ലാവാത്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെ ഒരു വെഹിക്കിളും പാടി നമുക്ക് ഇനി റെൻറ്റിന് എടുക്കാം. അപ്പോൾ അതിലും പാടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിലും പാടി ഒരു വെഹിക്കിൾ അൺലോക്ക് ആയിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. അപ്പോൾ അതും പാടി ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ലെവൽ 5 നമുക്ക് ഇവിടെ ഒരു വെഹിക്കിളും പാടി അൺലോക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനും പാടി ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2K കാലൊക്കെ നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2K നമുക്കത് എടുക്കാൻ പറ്റും, സെക്കൻഡ് ഹാൻഡിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു 2.5 അല്ലെങ്കിൽ 3K നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതും പാടി ജസ്റ്റ് ഒന്ന് പോയി കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അടുത്തൊരു കള്ളം പോകുന്നുണ്ട്. അങ്ങനെ മിക്കവാറും കാറിന് കാണുമ്പോൾ പേടിച്ച് ഓടിക്കോളും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് 2K അതിനെ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കിയേക്കാം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഹെൽമെറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനൊന്ന് കൊടുത്തേക്കാം. അവരെന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ജസ്റ്റ് ഇതിന് ഒഴിച്ചു പോകുന്നില്ല, അത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ട്. വൈറ്റ് വാഷ് അല്ല, വാട്ടർ വാഷ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഇതെന്തായാലും വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് വാഷ് എന്ന് പിന്നെയും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇനി പെയിൻറ്റ് അടിക്കാനും പറ്റും. പിന്നെ ഇതിന് നമുക്ക് കൂളിങ് കാലൊക്കെ അടിക്കാനും പറ്റുന്നത്. എന്തായാലും ഒരു റെഡ് കളർ നമുക്ക് കൊടുത്തേക്കാം. റെഡ് കളർ കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടി കാരണം എന്തെങ്കിലും ഒരു സ്റ്റിക്കറും കാലൊക്കെ ഇതിന് അടിച്ചേക്കാം. ഓക്കെ, ഇതിന് പറ്റിയ ഏതെങ്കിലും സ്റ്റിക്കറും കാലൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ഇവിടുന്ന് ജസ്റ്റ് നല്ല ഏതെങ്കിലും സ്റ്റിക്കർ കണ്ടുപിടിച്ചാണ്ട് നമുക്ക് ഇത് ചില സ്കള്ളിൻ്റെ ഇത് ഒത്തിരി വലുതായതുകൊണ്ട് അത് ബോറായി പോകും. ഓക്കെ, ചെറുതാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതന്നെ ചെറുതാക്കാമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു സാധനം തന്നെ വെച്ചാൽ വാട്ടർ മെലോൻ്റെ റെഡും ഇതും പാടി ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ഉണ്ടായില്ല. ഓക്കെ, ഈ ഒരു സൈഡിലൊന്ന് കൊടുത്തേക്കാം, അപ്ലൈ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് സീറ്റുമേ നമുക്ക് ജസ്റ്റ് ഈ ഒരു സംഭവം കൊടുത്തേക്കാം. ഇത് കൊടുത്തുമ്പോൾ ഓക്കെ, ഇത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അത് കുറച്ചും പാടി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമുക്ക് ഇനി സെയിലിനിടാം. ഓക്കെ, നമ്മുടെ പുതിയൊരു വണ്ടിയും പാടി നമ്മുടെ സെയിലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവനവിടുന്ന് ഓടുകയാണല്ലോ. ഓക്കെ, അവൻ എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റിയോ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈക്കും കാലൊക്കെ നമുക്ക് ഇനി ഇവിടെ സെയിലിനിടാം. ഓക്കെ, 3K നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിൻ്റെ അടുത്തുള്ള ഇവന് ഇവിടെ ഈ ഒരു ജാക്കറ്റ് പറ്റുന്ന പറയുകയാണ് ഈ ഒരു ഗോളിന്. ഓക്കെ, അപ്പോൾ ഓക്കെ 1.50K നമ്മളത് സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ആ ഒരു ബൈക്കും കാലൊക്കെ അവിടെ കൊണ്ടുപോയിടാം. എന്തായാലും 5K കൊണ്ട് എത്തുന്നുള്ളൂ, 6K കൊണ്ട് എത്തുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ ഒരു ഫോഗോയും പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു വിൻറ്റേജ് വോയഗറും നമുക്ക് സെല്ല് ചെയ്താൽ നമുക്ക് എന്തായാലും 6Kൻ്റെ അടുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയൊരു വണ്ടിയും കാലൊക്കെ നമുക്കിവിടെ അപ്പോൾ സെറ്റാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഇനി സെല്ല് ചെയ്യട്ടെ. അപ്പോൾ ഇത് രണ്ട് സെല്ല് ചെയ്തുകൊണ്ട് കുറച്ച് ക്യാഷ് കിട്ടണം. പിന്നെ ഇതാരും വന്ന് വാങ്ങിക്കുമെന്നല്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അതിനിടയ്ക്ക് നമ്മുടെ ലെവൽ 13 കാലൊക്കെ ആയപ്പോൾ നമുക്കിത് പുതിയൊരു വെഹിക്കിളും കൂടെ ഇവിടെ കിട്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഹാൻഡിൽ ഇത് നമുക്കൊരു ബുള്ളറ്റും കാറിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് 5K കാലൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു 6K നമുക്ക് വേണമെങ്കിൽ അത് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. 5.5 അല്ലെങ്കിൽ 6K അതിന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് നോക്കണം. അതിന് മുമ്പ് നമുക്കിത് കുറച്ച് ക്യാഷ് നമുക്ക് സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വെഹിക്കിൾസ് നമുക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇവന് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവന് ഇത് വാങ്ങിക്കാന്ന് പറഞ്ഞു. ഓക്കെ, റെഡി ക്യാഷിന് അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, 4.5 തന്നെ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എത്ര കിട്ടാൻ നോക്കാം. ഓക്കെ, 4.5 നമ്മുടെ കയ്യിലുള്ള ചേർത്ത്. ഓക്കെ, 5.81K കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബുള്ളറ്റും പാടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതും പാടി പെട്ടെന്നൊന്ന് സെറ്റാക്കി വന്നിട്ട് നമുക്കിനി ഇതാക്കാം. ഓക്കെ, എന്താക്കി നമ്മുടെ അതവിടെ സെയിലിനുണ്ടാവും. ഓക്കെ, നമ്മുടെ 5K ഗോ ടു ഗാരേജിൽ പോയിട്ട് ക്ലാസിക് ക്രൂയിസർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ക്രൂയിസർ എന്ന് പറയുമ്പോൾ ഓക്കെ എന്താ ചേട്ടാ. ഓക്കെ, ഇത് നമുക്കിനി പെയിൻറ്റ് അടിക്കണം. ഓക്കെ, ജസ്റ്റ് പെയിൻറ്റ് അടിക്കണം. വൈറ്റ് പിന്നെ രസമുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും കളർ നമുക്ക് നോക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ നോക്കി നിങ്ങൾ സ്റ്റിക്കേഴ്സ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റിക്കർ കൊടുത്താൽ അധികം ഭംഗി ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. പിന്നെ ജസ്റ്റ് എന്തായാലും ഈ ഒരു ബ്ലൂ കൊടുത്താലോ. ഓക്കെ, ഈ ഒരു വൈലറ്റ് തന്നെ വൈലറ്റ് കൊടുത്താൽ വൈലറ്റ് കൊടുത്താൽ പിന്നെയും കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വൈലറ്റിൽ നമുക്ക് കൊണ്ട് സെയിൽ ചെയ്യാം. ഓക്കെ, ഇത് മതി. നമുക്കിനി ഇത് കൂളിങ് ചേർത്ത് നമുക്ക് എന്തായാലും അധികം ബോറാക്കണ്ട. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ കൊടുത്ത് നമുക്ക് സെയിലിനിടാം. ഓക്കെ, നമ്മുടെ ഇതിപ്പോഴും പോയിട്ടില്ല കേട്ടോ. വിൻറ്റേജ് വോയഗർ ഇതുവരെ സെയിലായിട്ടില്ല. എന്തായാലും നമ്മുടെ ക്ലാസിക് ക്രൂയിസറും കാലൊക്കെ നമുക്ക് ഇനി ഇവിടെ നമുക്ക് സെല്ല് ചെയ്യണം. ഓട്ടോ സെല്ലും കാലൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് നമുക്ക് ഇവിടെ സെയിലിനിടാം. അപ്പോൾ ഇനി ഇതും കാലം വന്ന് വാങ്ങിക്കണം. അത് വാങ്ങിക്കാതെ നമുക്ക് ഇനി ഗെയിം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ലൈസൻസ് ഒരു പുതിയ വെഹിക്കിൾ നമുക്ക് ഇതുവരെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അതിനിടയ്ക്ക് ഈ 2 വെഹിക്കിൾ കിട്ടിയപ്പോൾ കഴിച്ച് നമ്മൾ നേരെ ഇതിലോട്ട് നിന്നാണ്. നമുക്ക് എടുത്തോ, നല്ല ബൈക്കാണ്, കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് 7.5K നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും വന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് 2 പാടി സെല്ല് ചെയ്യണം. ഓക്കെ, ഡേ എൻഡായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴത്തേന് നമുക്ക് എന്തായാലും അത് 2 പാടി സെല്ല് ചെയ്ത് കഴിഞ്ഞാണ്ട് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേന് ഞാൻ എന്തായാലും കുറച്ചധികം ക്യാഷ് എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ് പോലാവില്ല. അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ കുറച്ച് ക്യാഷ് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ആക്ഷനും കാലൊക്കെ പോകും വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതുതായി എടുത്ത ലൈസൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബൈക്കും കാലൊക്കെ ഇറക്കും വേണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ബൈക്കിൻ്റെ ലൈസൻസ് പോലെ നമുക്ക് കിട്ടേണ്ടതാണ്. അത് ലെവൽ 12-ലായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും പാടി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇത് 2 പാടി നമുക്കൊന്ന് സെല്ലാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് അതിൻ്റെ പാക്കാം. അപ്പോൾ ഇത് 2 ആര് വന്ന് വാങ്ങിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതും പാടി കഴിഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ പാക്കാം. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ വിൻറ്റേജ് വോയഗറോടെ ഈ ഒരു പെണ്ണ് വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 2.25 നമുക്ക് കുറച്ച് നഷ്ടമാണ്. റെഡി ക്യാഷിന് വാങ്ങാമെന്ന്. അപ്പോൾ നമ്മുടെ ക്ലാസ് ക്രൂസർ നമുക്ക് റെഡി ക്യാഷിന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാലയ്ക്ക്. അപ്പോൾ നൈസായിട്ട് സെല്ലാക്കിയിട്ടുണ്ട് കഴിച്ച്. അപ്പോൾ നമുക്ക് 7.5K കാലയ്ക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ 8.31K കാലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് കുറച്ച് റേറ്റ് കുറക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചേക്കല്ലേ. നമുക്ക് എന്തായാലും ക്യാഷ് അധികം കിട്ടി കുറച്ച് അധികം കിട്ടി നമുക്ക് 2.8K നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന് ആരെങ്കിലും വന്ന് വാങ്ങിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതായാലും വന്ന് വാങ്ങിച്ച് നമുക്ക് എന്തായാലും ഇനി അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ അതിലേക്ക് കുറച്ചും പാടി ക്യാഷ് സെറ്റാക്കിയിട്ട് നമുക്ക് എന്നാലും അടുത്ത എപ്പിസോഡ് നമുക്ക് എന്തായാലും 2-3 പുതിയൊരു ന്യൂ വെഹിക്കിളും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വെഹിക്കിൾ ഞാൻ എന്തായാലും ഇതാക്കാൻ നിൽക്കുന്നില്ല, സെല്ലാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാം ലെങ്ത്തായി പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡും കാലൊക്കെ എത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.